കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ഏയ് ഹലോ, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ഓഫീസിനകത്ത് ഏതോ ഒരു അൺനോൺ പേഴ്സൺ എത്തിയിട്ടുണ്ട്. ഇന്ന് വിസിറ്റേഴ്സ് ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? വിസിറ്റേഴ്സ് ആരുമില്ല മാഡം. ലോഡിന്റെ ബില്ല് വാങ്ങാൻ ലോറിക്കാർ മാത്രമേ ഇപ്പൊ വന്നുള്ളൂ. ലോറിക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു അൺനോൺ ലേഡി പെർമിഷൻ ഓർ വിതൗട്ട് പെർമിഷൻ ഈ ഓഫീസിലുണ്ട്. താൻ പോയത് ആരാണെന്ന് നോക്ക്. ശരി മാഡം. ഹലോ രാജാറാം സാർ, സാർ എവിടെയാ? ലക്ഷ്മി, താനിത് എങ്ങോട്ടാ പോകുന്നത്? സർ, താൻ പൂജാ സാധനങ്ങൾ വാങ്ങാൻ പോയതല്ലേ? എന്നിട്ട് എവിടെ? സർ, ഞാനത് മറന്നുപോയി സർ. മറന്നുപോയെന്നോ? താൻ എന്താ ഈ പറയുന്നത്? സർ, ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച്. തുടങ്ങിയോ താൻ വീണ്ടും? ശ്രീലക്ഷ്മി, നമ്മൾ എന്തിനാ ഇവിടെ വന്നേന്നുള്ള കാര്യം താൻ മറന്നു? ആവശ്യമില്ലാത്ത തന്റെ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി റിലാക്സ് ചെയ്യാനാ തന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. താൻ ഈ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഒന്ന് സ്ട്രെസ് ഫ്രീ ആകും. ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ എഴുതാൻ മതിയായിരുന്നല്ലോ. ഞാൻ ശ്രമിക്കാം സർ. ഇങ്ങനെയാണോ ശ്രമിക്കുന്നത്? ഓഫീസിലാണെങ്കിലും താൻ എപ്പോഴും എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ടും എന്തൊക്കെയോ ഓർത്ത് മറ്റെന്തൊക്കെയോ പ്രവർത്തിച്ചു കൊണ്ടും. വീട്ടിലായാലോ അത് തന്നെ. ഈ ക്ഷേത്രത്തിലേക്കും താൻ വന്നത് അതിനുവേണ്ടി തന്നെയാണോ? അതെ സർ, ഞാൻ ഇവിടെ വന്നതും അതേ അന്വേഷണത്തിന് തന്നെയാ. താനെന്താ ഒന്നും മിണ്ടാത്തത്? രാഗസത്തെക്കുറിച്ച് സാറിനോട് പറഞ്ഞാലോ? വേണ്ട, സാർ ഇപ്പൊ തന്നെ എന്നോട് ദേഷ്യത്തില. ഇനി ഞാൻ രാഗസതയെക്കുറിച്ചുകൂടി പറഞ്ഞാ അത് രവി സാർ എങ്ങനെ എടുക്കുന്ന പറയാൻ പറ്റില്ല. സോറി, തനിക്ക് ഞാൻ പറഞ്ഞത് വിഷമമായോ? അയ്യോ സാർ എന്തിനാ സോറി പറയുന്നേ? തന്നെ ഹാപ്പി ആയിട്ട് കാണാനാണ് എനിക്കിഷ്ടവും ആഗ്രഹവും. അറിയാം സാർ. താനിങ്ങനെ ഓഫ് മൂഡിലാണെങ്കിൽ ഐ ഫീൽ ബാഡ്. എന്തു പറ്റും എനിക്ക്? പറയ്. തന്റെ വിഷമങ്ങളൊന്നും എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാതായോ? അയ്യോ, അങ്ങനെയല്ല സർ. എന്റെ മനസ്സിലങ്ങനെ വിഷമങ്ങളൊന്നുമില്ല. ശരി, ബാ നമുക്ക് തൊഴാനായിട്ട് കയറാം. സമയം ഒരുപാടായി. അയ്യോ സർ, ഞാൻ പൂജ സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. താനോ? നോ വേ. താൻ ഇവിടെ നിൽക്കേ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. താൻ ഇവിടെ തന്നെ നിൽക്കണം. ഓക്കെ? ശരി സർ. ദേവി, രാജനന്ദിനിയായി ജീവിച്ച് ആ കാലത്തിൽ ഞാൻ മരണപ്പെട്ടു. പക്ഷേ ശ്രീലക്ഷ്മിയായി എനിക്ക് വീണ്ടും ജന്മം തന്നു. എന്റെ പ്രാണന് തുല്യം ഞാൻ സ്നേഹിച്ച എന്റെ രവി സാറിനെ രണ്ടാം ജന്മത്തിലും എനിക്ക് എന്റെ ഭർത്താവായി തന്നെ തിരികെ തന്നു.
ഇതൊക്കെ ഞാൻ ചോദിക്കാതെ ദേവി എനിക്ക് തന്ന വരങ്ങളാണ്. രാഗസുധയെ തേടി ഇവിടെ ദേവിയുടെ മുന്നിലെത്തിയ എന്റെ മുന്നിലേക്ക് രാഗസുധ എത്തുന്ന നിമിഷത്തിനായാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. എന്റെ അനിയത്തെ എന്റെ കൺമുന്നിൽ എത്തിക്കണേ. സുലക്ഷ്മി, എല്ലാ കാര്യങ്ങളും താൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു തീർത്താലെങ്ങനെ? താൻ വാ, നമുക്ക് നടയിൽ പോയി തൊഴാം. വാ. രവിചന്ദ്രവർമ്മൻ, ശ്രീലക്ഷ്മി, ഗായത്രി ദേവി, രഘുചന്ദ്രവർമ്മൻ, രേഖ രഘുചന്ദ്രവർമ്മൻ. മലയാളികളാണല്ലേ? തൊഴുതു വന്നോളൂ. ശരി മാഡം. നജീബ്, എന്താ മാഡം, എന്ത് പറ്റി? ഇപ്പൊ ഒരു സ്ത്രീ ഓഫീസിലേക്ക് വന്നത് നജീബിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല മാഡം, ഞാൻ ആരെയും കണ്ടില്ല. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഈ സെക്യൂരിറ്റീസിനും തനിക്കൊക്കെ എന്താ ഇവിടെ പണി? പുറത്ത് നിൽപ്പില്ലേ രണ്ടെണ്ണം? മാഡം, അത് പിന്നെ സംശയാസ്പദമായ സാഹചര്യത്തില് ഞാനിപ്പോ ഒരു സ്ത്രീയെ കണ്ടു നമ്മുടെ ഓഫീസിനകത്ത്. ഇത്രയും ക്യാബിൻസും കോറിഡോറുകളും ഉള്ള ഈ ഓഫീസിൽ ഒരാൾ മറിഞ്ഞിരിക്കുകയോ ഒളിക്കുകയോ ചെയ്താ കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാ. മാഡം, അത് CCTV നോക്കിയാ പോരെ? അത് നജീബ് പറയാതെ തന്നെ എനിക്കറിയാം. രാജാറാം സർ ഇവിടെ ഇല്ല. സാറിന്റെ പെർമിഷൻ ഇല്ലാതെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയണം. പിന്നെ 2 ചെവിയും തുറന്നു കേട്ടോ. ആ സ്ത്രീ മോഷണത്തിനോ മറ്റോ ആണ് ഈ ഓഫീസിൽ കയറിയിരിക്കുന്നതെങ്കിൽ നജീബിനും നമ്മുടെ സെക്യൂരിറ്റീസിനും ഒക്കെ ഇന്നു മുതൽ വീട്ടിയിരിക്കാം. അയ്യോ മാഡം, നമ്മുടെ എൻട്രൻസ് വഴി ആരും അകത്ത് വന്നിട്ടില്ലെന്ന എന്റെ വിശ്വാസം. എൻട്രൻസ് വഴി വരാതെ ആകാശത്തൊന്ന് പൊട്ടി വീഴോ? നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല, അത് പറഞ്ഞാ മതിയല്ലോ. എന്നിട്ട് നിന്ന് ന്യായം പറയാതെ പോയി അവൾ ആരാണെന്ന് അന്വേഷിക്കണോ? യെസ് മാഡം. എന്നെ കണ്ട് ഓടി മാറണമെങ്കിൽ വന്നിരിക്കുന്ന ആളുടെ ഉദ്ദേശം നല്ലതായിരിക്കില്ല. തീർച്ചയാണത്. സാർ ഇതെങ്ങോട്ടാ? എങ്ങോട്ടാണെന്നോ? ഇതെന്ത് ചോദ്യമാണോ? വന്ന കാര്യം നടന്ന സ്ഥിതിക്ക് ഇനി തിരികെ വീട്ടിലേക്ക്. അതെ, ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിലേ നമ്മൾ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആവും. സാർ ഇവിടെ ഒന്ന് നിൽക്കോ? ഇനിയൊരു പ്രസാദം കൂടി വാങ്ങാനുണ്ട്. ഞാനിപ്പോ വരാം.
ശരി ശരി, താൻ പോയിട്ടോ. ഉം. രാഗസുധ, എന്നമ്മ? ഒന്നുമില്ല. എന്താണോ? ഏതാ പെൺകുട്ടി? എൻ്റെ ഒരു അകന്ന ബന്ധുവിനെ പോലെ തോന്നി സർ. അവളാണോന്നറിയാൻ ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഓ, താൻ വാ. സർ, നേരത്തെ ഞാൻ പൂജാരിയോട് സംസാരിച്ചിരുന്നു. നമ്മുടെ രണ്ടാളുടെയും പേരിൽ ഒരു പ്രത്യേക പൂജ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് നാളെയാ. നമ്മൾ തിരികെ പോയാൽ ഇനി ഇപ്പോഴെങ്ങും വരാൻ പറ്റില്ലല്ലോ. അപ്പോ നാളെ അതും കൂടി ചെയ്തിട്ട് നമുക്ക് പോയാ പോരെ? ഇന്നിവിടെ തങ്ങാനോ? അതെ സർ. നാളെ രാവിലെ ആ പൂജ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തിരിക്കാം. പ്ലീസ് സർ. സർ പ്ലീസ്, പറ്റില്ലെന്ന് പറയരുത്. എന്റെ ആഗ്രഹത്തിന് സർ ഇത്രയും ദൂരം വന്നില്ലേ? ഈശ്വര വിശ്വാസത്തിന്റെ കാര്യല്ലേ സർ? മാത്രല്ല, ഇന്നൊരു ദിവസം നമ്മളിവിടെ തങ്ങാൻ കണക്കാക്കിയല്ലേ വന്നത്. സമ്മതിക്കു സർ, പ്ലീസ്. സോറി സർ. ബെസ്റ്റ്. ഞാൻ മിണ്ടാതെ നിന്നപ്പോ പ്ലീസ് സാർ ആയിരുന്നു. ഇപ്പോ സമ്മതിച്ചപ്പോ സോറി സാർ. എന്തിനായിരുന്നു സോറി? സാറിന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ ഇങ്ങനെയുണ്ടോ ഒരു ബുദ്ധിമുട്ട്? താവാണ്. ഹലോ, സാറിന്റെ ക്യാബിൻ ലോക്ക് ചെയ്തേക്കും. ലോക്ക് ചെയ്യാം മാഡം. ഓക്കെ.
കണ്ടോ? ഇല്ല മാഡം, ഞാൻ നമ്മുടെ ഓഫീസിന്റെ എല്ലാ ഭാഗത്തും നോക്കി, എവിടെയും മാഡം പറഞ്ഞ പോലെ ഒരാളെ കണ്ടില്ല. അപ്പോ എന്റെ തോന്നലാണെന്നാണോ താനീ പറഞ്ഞു വരുന്നത്? ഒരു സ്ത്രീ അനുവാദമില്ലാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ട് ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് നിൽക്കാതെ ഓഫീസിനകത്തേക്ക് കയറിപ്പോയെന്ന് പറയുമ്പോ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ ഓഫീസെല്ലാം അരിച്ചു പറക്കും മാഡം, പക്ഷെ കണ്ടില്ല. അനുവാദമില്ലാതെ അകത്ത് കയറി അവളെ കൈയോടെ പിടിക്കണം. വരുന്നവർക്കും പോകുന്നവർക്കും കയറിനിറങ്ങാൻ ഇത് സത്രമൊന്നുമല്ല. പോയി നോക്ക്. ശരി മാഡം. ഐ വാണ്ട് വിത്തിൻ ഹാഫ് ആൻ അവർ. ഗോ സെർച്ച്. ഓക്കെ. ആരാണ് സ്ത്രീ? അവര് പിന്നെ എങ്ങോട്ടാ പോയത്? രവിചന്ദ്രവർമ്മൻ, ഈ കാണുന്നതിന്റെയൊക്കെ അവകാശി. വിശ്വാസം എന്ന 3 അക്ഷരത്തിന്റെ ബലത്തിൽ നീ തുടങ്ങിയതെല്ലാം മരണമെന്ന 3 അക്ഷരം കൊണ്ട് ഞാൻ തീർക്കും. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഈ ഓഫീസിലേക്ക് വൈസ് പ്രസിഡന്റായി നെഞ്ചു വിരിച്ച് കയറി വരേണ്ട ഞാൻ ഇപ്പൊ വന്നത് ഒളിഞ്ഞും പാത്തും. അതിന് ഒരേ ഒരു കാരണക്കാരൻ നീയാ. അഹങ്കാരത്തിലും ആർഭാടത്തിലും മതിമറന്ന് സർവവും അടക്കി ഭരിച്ച് എല്ലാത്തിന്റെ സർവാധിപനായി സിംഹാസനത്തിലിരിക്കുന്ന നീ സമ്പാദിച്ചതാണോ ഇതൊക്കെ? അല്ല, നിന്നെ സ്നേഹിച്ചതിന് ദാരുണമായിട്ട് നീ കൊന്നുകളഞ്ഞ എന്റെ ചേച്ചിയുടെതാ രാജനന്ദിനിയുടേത്. നിന്നെ കാണാൻ ഒത്തില്ലെങ്കിലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നിന്നെ വേട്ടയാടി പിടിക്കും ഈ രാഗസുധ. നെഞ്ചു പൊട്ടിക്കരഞ്ഞ് ഈ നാട് വിട്ടുപോയ രാഗസുധ അല്ല ഇത്. ഇനി ഒരിക്കലും കരയില്ലാന്ന് ശപഥം ചെയ്ത രാജനന്ദിനിയുടെ അനിയത്തിയ. എനിക്ക് വേണ്ടത് ജീവനില്ലാത്ത നിന്റെ ഈ ഫോട്ടോയല്ല, ജീവനുള്ള നിന്നെയാണ്. ഇത് നിനക്കുള്ള മരണമുദ്രയാണ് രവി. നിന്റെ ഓരോ ചുവടും മരണത്തിലേക്കാണെന്ന് നിന്റെ സേനാധിപൻ രാജാറാം അറിയാൻ വേണ്ടി ഈ രാഗസുധ പതിപ്പിക്കുന്ന രാജമുദ്ര.